ഹായ് ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. നമ്മൾ എഡിറ്റിംഗ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അത് 30K ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എഡിറ്റിംഗ് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ച് അറിയാനും എങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴത്തെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ ഉടനീളമായിട്ട് എങ്ങനെ നമ്മുടെ തന്നെ പേരിന്റെ വാട്ടർമാർക്ക് കൊടുക്കും, നമ്മുടെ ചാനലിലെ ആപ്റ്റ് ആയിട്ടുള്ള ലോഗോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന്. ചിലർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും, അവരിത് സ്കിപ്പ് ചെയ്ത് പോക്കും. ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നാൽ പോലും അവിടെ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്നൊക്കെ അറിയാത്തവരും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ എങ്ങനെയാണ് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡെയിലി വ്ളോഗ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ ലോഗോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഈസി ആയിട്ടെന്നുള്ളത് നമ്മൾ ഈ ഒരു പിന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ നിങ്ങളുടെ എഡിറ്റിംഗ് ആപ്പ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആപ്പിലും ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുക്കിംഗ് ചാനലാണ് അതിന് ചേരുന്ന ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. യോഗ ചാനലാണ് അതിന് ചേരുന്ന ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. പ്ലാന്റ്സോ ഫ്ലവേഴ്സോ മേക്കപ്പോ എന്താണ് നമുക്ക് അതിനനുസരിച്ചുള്ള ലോഗോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ജെമിനിയിലേക്ക് പോയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്: ക്രിയേറ്റ് ആൻ അനിമേറ്റഡ് ലോഗോ ഫോർ മൈ കുക്കിംഗ് ചാനൽ വിത്ത് മൈ ഫോട്ടോ ആൻഡ് മൈ നെയിം എന്ന് കൊടുത്തിട്ട് നമുക്ക് സൈഡിലുള്ള ആ പ്ലസ് സൈനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോയി ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടെ പിൻ ചെയ്ത് ഈ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ജെമിനി നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് തരും. അത് താഴെ കാണുന്ന സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തരാം. ഇൻഷോട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് പച്ച കളറിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഗാലറിക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. അതിൽ PIP എന്നൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലേക്ക് പോയി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ലോഗോ ഇതിലേക്ക് കൊടുക്കാം. പക്ഷേ ലോഗോയുടെ ഷേപ്പ് മാറ്റാൻ നമുക്ക് മാസ്ക് എന്ന് പറഞ്ഞൊരു ടൂൾ എടുക്കാം. ആ ടൂളിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഗോ റൗണ്ട് ഷേപ്പിലായി കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേരിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് വാട്ടർമാർക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇത് ഇൻഷോട്ടിലെ വീഡിയോ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. പച്ച കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടൂൾ ഏതാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് എന്ന ടൂളാണ്. ടെക്സ്റ്റ് എന്ന ടൂള് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് അവിടെ കൊടുക്കാവുന്നതാണ്. ഈ ടെക്സ്റ്റിന് തന്നെ നമുക്ക് ബോർഡർ കൊടുത്തും ബോർഡർ കൊടുക്കാതെയും വേറെ ഫോണ്ടിലും ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഈ കാണുന്ന A എന്ന ലെറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ നമ്മുടെ വാട്ടർമാർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം. നമ്മൾ ഈ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ നമ്മുടെ വീഡിയോയിൽ എത്ര നേരം അത് വേണോ അത്ര നേരം നമുക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി മുകളിൽ കാണുന്ന പെന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കളറുള്ള ഈ ഒരു ബോൾ പോലത്തെ ക്ലിക്ക് ചെയ്ത് ഒപ്പസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ടും പിന്നോട്ടും നമ്മൾ നീക്കുന്ന അനുസരിച്ച് നമ്മുടെ ഈ ഒരു സെലക്ട് ചെയ്ത നമ്മുടെ ടെക്സ്റ്റ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ കളർ കുറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എവിടെ വേണേലും ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാലാണ് റീച്ച് ആവുന്നത്, ഏതുതരം വീഡിയോസ് ആണ് ഇടേണ്ടത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇനി ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.